കർത്താവിൽ എല്ലാവർക്കും വന്ദനം. ഒരു പ്രധാനപ്പെട്ട സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ഈ സമയമെടുക്കുകയാണ്. യേശു തൻ്റെ ശിഷ്യന്മാരെ 12 പേരെ തിരഞ്ഞെടുത്തിട്ട് അവരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അധ്യായമാണ് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം. ആ 10-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം വളരെ കാലിക പ്രസക്തമായ ഒരു വാക്യമാണ്. ഞാൻ ആ വാക്യത്തിൽ നിന്നൊരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയും നിങ്ങളെ ഒന്ന് ധൈര്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 7-8 വായിക്കുമ്പോൾ, നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പി, രോഗികളെ സൗഖ്യമാക്കുവീൻ, മരിച്ചവരെ ഉയർപ്പിപ്പീൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവീൻ, ഭൂതങ്ങളെ പുറത്താക്കുവീൻ, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കുടിപ്പീൻ. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുകയും സ്വർഗരാജ്യത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ, മാനിഫെസ്റ്റേഷൻസ് ചെയ്യുവാൻ വേണ്ടി ശിഷ്യന്മാരെ ഏൽപ്പിക്കുമ്പോൾ 4-5 പ്രധാനപ്പെട്ട ഏരിയകളാണ് അവരെ പറഞ്ഞേൽപ്പിക്കുന്നത്. 1, രോഗസൗഖ്യം. 2, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുക. 3, ഈ രോഗമായിരിക്കുമ്പോൾ തന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞു കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുക. 4, ഭൂതങ്ങളെ പുറത്താക്കുവാൻ. 5 പറഞ്ഞിരിക്കുന്നത് സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി ഇത് കൊടുപ്പീരെന്ന്. ഇതിനകത്തെ 1-2 കാര്യങ്ങൾ നമ്മുടെ സഭകൾ ഒരു പരിധിവരെ വിശ്വസിക്കുകയും ചെയ്യുകയും ചെയ്യുന്നുണ്ട്. 1, രോഗശാന്തി ശുശ്രൂഷ. വിശ്വസിക്കാത്ത ഒരാൾ പോലും കേരളത്തിലുണ്ട് എന്ന് എനിക്കറിയത്തില്ല. യേശു കർത്താവ് രോഗികളെ സൗഖ്യമാക്കുമെന്ന് 90% ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നു എന്നാണ് എൻ്റെ ധാരണ. അല്ലെങ്കിൽ ഞാൻ കണ്ട 90% ആളുകളും യേശു രോഗികളെ സൗഖ്യമാക്കും എന്ന് വിശ്വസിക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കും എന്ന് വിശ്വസിക്കുന്നു. വളരുന്ന എല്ലാ സഭകളിലും, ചർച്ച് ഗ്രോത്ത് നടന്ന എല്ലാ സഭകളിലും, എല്ലാ മൂവ്മെൻറ്റുകളിലും ഹീലിംഗ് മിനിസ്ട്രിയും ഡിമോണിക് അതോറിറ്റി, പൈശാചിക ശക്തികൾക്ക് മേലുള്ള അതോറിറ്റിയും വളരെ കീയായ ഒരു കാര്യമാണ്. രോഗസൗഖ്യങ്ങളും ഭൂതശാന്തിയും വളരുന്ന എല്ലാ സഭയുടെയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ ആ കൂട്ടത്തിൽ അതേ ലിസ്റ്റിൽ പെടുത്തിരിക്കുന്ന തന്നെ 2 കാര്യങ്ങളുണ്ട്. 1, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുവീൻ. 2, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുവീൻ. ഇതിനകത്തെ 2-ാമത്തെ ഭാഗമാണ് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നുള്ളത്. ഒന്നുകിൽ നമ്മളുടെ ആളുകൾ ഇതിനെ വിശ്വസിക്കുന്നില്ല, അതല്ല എങ്കിൽ അത്രയും ഒരു ധൈര്യം നമ്മളുടെ ആളുകൾക്കില്ല. മരിച്ചവരെ എഴുന്നേൽപ്പിക്കുക എന്ന് പറയുന്നത് നിശ്ചയമായിട്ടും യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ കമ്മീഷൻ ചെയ്ത് വിടുമ്പോൾ അതിനകത്ത് ദൈവം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു അതോറിറ്റിയാണ് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്ന് പറയുന്നത്. ക്രിസ്തീയ വിശ്വാസമനുസരിച്ച് മരിക്കുന്നത് ലാഭമാണ്, മരിക്കുന്നത് നിത്യതയിലേക്കുള്ള പ്രവേശനമാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ വെളിപ്പാടനുസരിച്ച് നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരം നമ്മുടെ തേജസ്സുള്ള ശരീരം പ്രാപിച്ച് നിത്യതയിലേക്ക് പോകുക എന്നുള്ളത് തന്നെയാണ് ഒരു ക്രിസ്തീയ മരണം എന്ന് പറയുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ യേശു കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ വാക്യത്തിനും വളരെ പ്രസക്തിയുണ്ട്. ഞാൻ ഈ മരിച്ചവരെ എഴുന്നേൽപ്പിക്കുക എന്നുള്ള ആശയം ഞാൻ കേട്ടത് ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൈവദാസൻ തൻ്റെ അനുഭവം പറഞ്ഞപ്പോഴാണ്. എനിക്ക് തോന്നുന്നു 2006 ഞാൻ ആ കാര്യം കേട്ടത്. തനിക്ക് ലഭിച്ച കുഞ്ഞ് മരിച്ചുപോയി. കൈക്കുഞ്ഞായിരിക്കുമ്പോൾ ആ കുഞ്ഞ് മരിച്ചുപോയി. രാത്രി ഒരു 9 മണിയോടുകൂടിയാണ് ആ കുഞ്ഞിന് പനി മൂർച്ഛിച്ച് മരിച്ചുപോയ വിവരം ഭാര്യയും ഭർത്താവും അറിയുന്നത്. ഒരു രാത്രി മുഴുവൻ ആരോടും പറയാതെ ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ക്രിസ്തീയ പ്രത്യാശയിൽ ഉറച്ചു നിന്ന് പിറ്റേന്ന് രാവിലെ ഏകദേശം 9 മണിവരെ ആ കുടുംബം പ്രാർത്ഥിച്ചു എന്ന് അവരുടെ വായിൽ നിന്നും എനിക്ക് കേൾക്കുവാനിടയായി. പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന നിലയിൽ ആ കുഞ്ഞിൻ്റെ അമ്മ രാത്രിയിൽ ആ ഡെഡ് ബോഡി എടുത്ത് വെച്ച് ഫീഡ് ചെയ്യാൻ ശ്രമിച്ചു എന്നുവരെയുമാണ് ഞാൻ അവരുടെ വായിൽ നിന്ന് കേട്ടത്. ശുശ്രൂഷയിൽ തുടക്കക്കാരനായ ഞാൻ അവരുടെ വിശ്വാസം കേട്ട് ആശ്ചര്യപ്പെട്ടു പോയി.
അന്ന് മുതൽ ഞാൻ അതിനെക്കുറിച്ചുള്ള ചിന്തകളും പ്രാർത്ഥനകളും എൻ്റെ ഹൃദയത്തിനകത്തുണ്ട്. ധൈര്യശാലികളായ ഇത്തരം ആളുകളെ കണ്ട് എൻ്റെയും ധൈര്യം വർദ്ധിക്കുവാനിടയായി തീർന്നു. 2 കൊച്ചിയിലുള്ള ഒരു ദൈവദാസൻ്റെ ചർച്ചിൽ നടന്ന ഒരു ഫ്യൂണറൽ സർവീസ്, ഞാൻ അദ്ദേഹത്തിൻ്റെ ചർച്ചുമായിട്ട് അന്ന് ഒത്തിരി അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന സമയമായിരുന്നു. അമേരിക്കയിൽ നിന്നും എംബാം ചെയ്തു വന്ന ഒരു ഡെഡ് ബോഡിയെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എല്ലാവരും കാണെ പരസ്യമായി യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ച ഒരു പ്രാർത്ഥനയാണ്. അദ്ദേഹത്തിൻ്റെ ബോഡി വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ ഭർത്താവ് മരിച്ചിട്ടില്ല എന്ന് വിശ്വസിച്ച് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കി വെച്ച് അദ്ദേഹത്തെ കാത്തിരുന്നത് ഓർക്കുന്നു. ആ യാത്രയിൽ നെടുമ്പാശ്ശേരിയിൽ നിന്നും ഉള്ള യാത്രയിൽ കൂടെ ആ ഭാര്യ വിളിച്ചു ചോദിക്കുമായിരുന്നു, ഭർത്താവ് ഉയർത്തെഴുന്നേറ്റോ. ഇത് കേരളത്തിൽ നടക്കുമോ നടന്നില്ലയോ എന്നുള്ളതല്ല വിഷയം. ഇതിനെ സീരിയസ് ആയി കാണുന്ന ചില ആളുകൾ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ. അന്ന് മുതൽ തന്നെ ഞാൻ ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു ദൈവദാസനാണ് സ്മിത്ത് വിഗിൽസ്വർത്ത് എന്ന ദൈവദാസൻ. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളൊക്കെ നമുക്കിന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ആശ്ചര്യം തോന്നും. ഒരിക്കൽ ആംബുലൻസിൽ ഒരു ബോഡി അദ്ദേഹത്തിൻ്റെ ചർച്ചിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്നു. ആ ചർച്ചിൻ്റെ ഫ്രണ്ടിൽ നിന്നും തോളിലെടുത്തിട്ടുകൊണ്ട് ആ ബോഡി അദ്ദേഹം അകത്ത് കയറി ഭിത്തിയിൽ ചാരി വെച്ച് ആ ബോഡിയോട് എഴുന്നേൽക്കടാ എന്ന് പറഞ്ഞു. 1-ാം പ്രാവശ്യം അദ്ദേഹം തിരിഞ്ഞു നടന്നു, ബോഡി താഴെ വീണു. 2-ാം പ്രാവശ്യവും ബോഡി എഴുന്നേറ്റ് വെച്ചിട്ട് എഴുന്നേൽക്കുവാൻ പറഞ്ഞു. ഒന്നും സംഭവിച്ചില്ല. 3-ാമത്തെ തവണ അദ്ദേഹം ആ ബോഡിയുടെ വയറ്റിൽ ഇടിച്ചിട്ട് പറഞ്ഞു, നിന്നോട് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്, എഴുന്നേൽക്കാൻ പറഞ്ഞു. ഹാർട്ട് അറ്റാക്ക് വന്ന ആ ഡെഡ് ബോഡിയുടെ വായിൽ നിന്നും ബ്ലഡ് വന്നു എന്നാണ് ഞാൻ അവിടെ ചെന്നപ്പോൾ ആ വിഗിൽസ്വർത്തിൻ്റെ അവിടുത്തെ ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രിയപ്പെട്ടവർ എന്നോട് പറഞ്ഞത്. പക്ഷേ 3-ാം പ്രാവശ്യത്തെ ആ ഇടി കഴിഞ്ഞപ്പോൾ ഡെഡ് ബോഡി ചാടി എഴുന്നേറ്റു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. പക്ഷേ ഈ ഭ്രാന്തത്തരങ്ങളും വട്ടത്തരങ്ങളും ഒക്കെ കാണിച്ച സ്മിത്ത് വിഗിൽസ്വർത്തിനെ അവരുടെ സംഘടനയിൽ നിന്നും പുറത്താക്കി. അവർ പറഞ്ഞു, ഇതൊന്നും ഞങ്ങളുടെ സഭയിലും സംഘടനയിലും അനുവദിക്കത്തില്ല, നിങ്ങൾക്കിതൊന്നും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞ് സംഘടനയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിൽ 14-ലധികം ഡെഡ് ബോഡികളെ ഉയർത്തെഴുന്നേൽപ്പിച്ചതായി അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നും കേൾക്കുവാനിടയായി തീർന്നു. ഒത്തിരി അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു റിവൈവൽ സെൻ്ററിനകത്ത് മരിച്ചുപോയ ഒരാട്, അവർക്കൊരു ആടായിരുന്നു ആ വീടിൻ്റെ ഉപജീവന മാർഗം. ആ ആട് തിരിച്ചു ചെല്ലുമ്പോൾ പാമ്പ് കടിച്ച് മരിച്ചു കിടക്കുന്നത് കണ്ടു. ആ ആടിനെ കുഴിച്ചിടുന്നതിന് മുമ്പ് വിശ്വാസമുള്ള സഹോദരി ചർച്ചിൽ നിന്നും പ്രാർത്ഥിച്ചു കൊണ്ടുവന്ന എണ്ണ ഈ ആടിൻ്റെ മേത്തൊഴിക്കുകയും ആട് ചാടി എഴുന്നേൽക്കുകയും ചെയ്തു. അടുത്ത ദിവസം സാക്ഷ്യം പറയുവാൻ ഈ ജീവനുള്ള ആടുമായിട്ടാണ് ഈ സഹോദരി ചർച്ചിൽ വന്നിരിക്കുന്നത്. ഇതെല്ലാം ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ കൂടെ പഠിച്ച ചാത്തന്നൂരിലുള്ള സമകാലീനനായ ഒരു ജസ്റ്റിൻ പാസ്റ്ററുടെ സാക്ഷ്യം ഞാൻ കേട്ടു. അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ നോർത്ത് ഇന്ത്യയിൽ UP-യിൽ ഒരു മൃതശരീരം ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സാക്ഷ്യം യൂട്യൂബിൽ കിടപ്പുണ്ട്. ഞാനത് കേട്ടു, ഞാനത് വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സത്യം. ഞാൻ ദൈവത്തിൻ്റെ ശക്തിക്ക് പരിമിതി വെക്കുന്നില്ല. മരിച്ചാളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ആളാകാൻ വേണ്ടിയല്ല, മരിച്ചാളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ച് ഷോ കാണിക്കാനല്ല. പക്ഷേ കേരളത്തിൻ്റെ ആത്മമണ്ഡലത്തിൽ എൻ്റെ യേശുവിൻ്റെ ശക്തി വെളിപ്പെടുത്തുവാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എൻ്റെ യേശുവിൻ്റെ ശക്തി ആ നിലയിൽ കേരളത്തിൽ വെളിപ്പെട്ടാൽ ഞാൻ വിശ്വസിക്കുന്നു അതിശക്തമായ ഉണർവുകൾ കേരളത്തിൽ നടക്കും. ഒരു വലിയ കൂട്ടം വിശ്വാസ ത്യാഗത്തിലാണ്. പലരും യേശു കർത്താവ് അത്ഭുതം ചെയ്യുമെന്നോ യേശു കർത്താവ് സൗഖ്യമാക്കുമെന്നോ കേട്ടുകേൾവികൾ പോലും ഇല്ലാത്ത ഒരു കൂട്ടത്തിൻ്റെ നടുവിലാണ് ഇന്ന് നമ്മളിൽ പലരും ജീവിച്ചിരിക്കുന്നത്. ശമരിയുടെ പടിവാതിൽക്കൽ ക്ഷാമം രൂക്ഷമായിരിക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞു, നാളെ ഈ സമയത്ത് ശമരിയിൽ ക്ഷാമത്തിൻ്റെ അവസ്ഥ മാറുമെന്ന് പറഞ്ഞപ്പോൾ കണ്ടുകൊണ്ട് നിന്ന് ഒരാൾ പറഞ്ഞു, ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്നാലും ഇതൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞു. കണ്ടോ, ഇതെല്ലാം നടക്കത്തില്ല എന്ന് പറയുന്ന നെഗറ്റീവുകൾ മാത്രം പറയുന്ന ഒരു വലിയ സമൂഹമാണ് നമ്മുടെ ചുറ്റുമുള്ളത്. പക്ഷേ അവരെ നോക്കിയിട്ട് അന്ന് പ്രവാചകൻ പറഞ്ഞു, നീ കാണും പക്ഷെ നീ അനുഭവിക്കത്തില്ല.
പ്രിയപ്പെട്ടവരെ, ഒരു മൃതശരീരം നമ്മൾ അടക്കം ചെയ്യുമ്പോൾ എന്തെല്ലാം മാന്യതകളോടുകൂടിയാണ് നമ്മൾ ആ മൃതശരീരത്തെ അടക്കം ചെയ്യുന്നത്. അത് വളരെ നല്ല കാര്യമാണ്. ഇല്ലാത്ത ചടങ്ങുകൾ എന്തെല്ലാം നമ്മൾ ആ മൃതശരീരത്തിന് മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഉയർത്തെഴുന്നേറ്റില്ലയോ എന്നുള്ളതല്ല വിഷയം. പക്ഷെ എന്തുകൊണ്ട് ഒരു ദൈവദാസന്, ഒരു ദൈവ പൈതലിന് അത് ദൈവഹിതമാണെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുവാനുള്ളൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കാനുള്ള ധൈര്യമില്ല? യേശു കർത്താവ് തന്നെ പറഞ്ഞതല്ലേ, നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കുവാൻ. നിങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ രോഗികളും ഇതുവരെ സൗഖ്യമായിട്ടില്ലല്ലോ. ഞാൻ പ്രാർത്ഥിച്ച എല്ലാ രോഗിയും ഇതുവരെ സൗഖ്യമായിട്ടില്ല. ഞാൻ പ്രാർത്ഥിച്ച ചില രോഗികൾ മാത്രമേ സൗഖ്യമായിട്ടുള്ളൂ. രോഗസൗഖ്യം എൻ്റെ കയ്യിലല്ല ഇരിക്കുന്നത്, അത് യജമാനനായിരിക്കുന്ന യേശുവിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഞാൻ ഭൂതശാന്തിയിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുകയും ഒരു കാലഘട്ടം മുഴുവൻ ഭൂതങ്ങളെ പുറത്താക്കുന്ന ശുശ്രൂഷ അധികാരത്തോടെ ചെയ്തയാളുമാണ്. ഇന്നും ഞാൻ അതിൽ വിശ്വസിക്കുകയും ഞാൻ ആ നിലയിൽ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നയാളാണ്. പക്ഷേ ചില മേഖലകളിൽ ചില ഭൂതങ്ങൾ വിട്ടുപോയത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പ്രാർത്ഥിച്ച എല്ലാ ഭൂതങ്ങളും പോയിട്ടില്ല. ഞാൻ പ്രാർത്ഥിച്ച എല്ലാ രോഗികളും സൗഖ്യമായിട്ടില്ല. അതുപോലെ തന്നെ ഒരുപക്ഷെ നാം പ്രാർത്ഥിക്കുന്ന എല്ലാ ഡെഡ് ബോഡികളും സൗഖ്യമായെന്നോ എല്ലാ കുഷ്ഠരോഗികളും സുഖമായെന്നോ ഒന്നും നിർബന്ധമില്ല. ദൈവത്തിന് ചെയ്യുവാനുള്ളത് ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. പക്ഷേ നാം പ്രാർത്ഥിച്ചില്ല, നാം പ്രാർത്ഥിക്കാത്തത് കൊണ്ട് അത് നടന്നില്ല എന്ന് പറയാൻ ഇനിയെങ്കിലും നാം അനുവദിക്കരുത്. ആഫ്രിക്കയിലും അമേരിക്കയിലും നടന്ന കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിൽ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ രാജ്യം ഇന്ത്യ യേശുവിനെ കാണും. എൻ്റെ രാജ്യം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ വലിയ റിവൈവൽ കാണും. ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ദൈവത്തിന് പരിമിതികളില്ലാത്ത ദൈവത്തെ വിശ്വസിക്കുന്നു. പരിമിതികളില്ലാത്ത ദൈവശക്തിയെ വിശ്വസിക്കുന്നു. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമായി ഈ നിക്ഷേപം ഞങ്ങളുടെ മൺപാത്രങ്ങളിൽ ഇരിക്കുന്നു എന്നൊക്കെ ഞങ്ങൾ പ്രസംഗിക്കുവാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഈ സീസൺ ഇന്ത്യയെ ദൈവം തൊടുന്ന സീസൺ ആകൊണ്ട് നിങ്ങൾ ധൈര്യത്തോടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആ കരുത്ത് കാണിക്കുക. രോഗം സൗഖ്യം നടന്നോ നടന്നില്ലേ വിഷയമല്ല, നിങ്ങളുടെ മുമ്പിൽ വരുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഭൂതങ്ങൾ വിട്ടുപോയോ ഇല്ലയോ വിഷയമല്ല, നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഭൂതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മരിച്ചവർ എഴുന്നേറ്റില്ലോ വിഷയമല്ല. പക്ഷേ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ, ഒരു അവസരമുണ്ടെങ്കിൽ മരിച്ച ആളുകൾ ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കാര്യം ഇത് ശിഷ്യന്മാരെ യേശു ഏൽപ്പിച്ച പ്രധാനപ്പെട്ട ശുശ്രൂഷകളാണ്. നിങ്ങളിത് ചെയ്യുവീരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവരാജ്യം മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം സംഭവിക്കും. ഇന്ന് ഇതൊരു തുടക്കമായിരിക്കാം. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു നാളുകളിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ലാഘവത്തോടുകൂടി, ഭൂതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ലാഘവത്തോടുകൂടി, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കും, യാതൊരു സംശയവുമില്ല. എക്കാലങ്ങളിലും ഉണ്ടായ റവല്യൂഷൻ ഒരാളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒരാളാണ് ഒരു വലിയ വിപ്ലവം ഉണ്ടാക്കുന്നത്. കത്തോലിക്ക സഭയുടെ ആ വലിയ ട്രെൻഡിനെ പൊളിച്ച് അടുക്കിയത് മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന ദൈവദാസന്റെ ഉണ്ടാക്കിയ റവല്യൂഷനാണ്. ആ വിപ്ലവമാണ് ഇന്നത്തെ പ്രൊട്ടസ്റ്റന്റ് സഭകൾ തുടങ്ങുവാൻ കാരണം. കേരളത്തിൽ പെന്തക്കോസ്തിന് ഒരു വേരുമില്ലാതിരുന്ന സമയത്ത് കേരളത്തിൽ പാസ്റ്റർ കെ എബ്രഹാം ഒരു മരിച്ച ഡെഡ് ബോഡി, പാമ്പ് കടിച്ച് മരിച്ചുപോയ ഒരു ഡെഡ് ബോഡി ഉയർത്തെഴുന്നേൽപ്പിച്ച് തുടങ്ങിയതാണ് ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ദൈവസഭയുടെ ചരിത്രം എന്ന് പറയുന്നത്. ആ ദൈവത്തിന് ശക്തി കുറഞ്ഞു പോയിട്ടില്ല. വിട്ടുപിരിഞ്ഞ് കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്നത് നമുക്ക് അത്യുത്തമമാണ്. നാം കർത്താവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. വിട്ടുപിരിഞ്ഞ് കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്നത് നമുക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. ആമേൻ. എനിക്ക് മരിക്കുന്നത് ലാഭം തന്നെയാണ് പൗലോസ് പറയുന്നത്. എന്നാൽ മറുവശം നിങ്ങൾ നിമിത്തം ഞാൻ ജഡത്തിൽ വസിക്കേണ്ടത് അവൻ്റെ ആവശ്യമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ആമേൻ, ചിലരെയൊക്കെ സൗഖ്യമാക്കുവാനും, ചില ഭൂതങ്ങളെ പുറത്താക്കുവാനും, ചില മരിച്ചവരെ എഴുന്നേൽപ്പിക്കുവാനും, ചില കുഷ്ഠരോഗികളെ വിടുവിക്കുവാനും ദൈവം കേരളത്തിലെ ആളുകളെ അന്വേഷിക്കുന്നു. അതിലൊരു ശേഷിപ്പ് നിങ്ങളായി മാറട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ, നിങ്ങളുടെ വിശ്വാസം ഒരിക്കലും നിർജീവമായി പോകല്ലേ എന്നുള്ള വലിയ അപേക്ഷയോടുകൂടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ റെയ്സൺ തോമസ്, നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ തലമുറയിൽ നമുക്ക് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന യേശുവിനെ ഇന്ത്യൻ സഭയിൽ വെളിപ്പെടുത്താം. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.